ഹാ ബെസ്റ്റ്. അങ്ങോട്ടൊന്ന് നോക്കി. പേഷ്യന്റ് കൂടെ നോക്കാൻ വിട്ടവനും കൂടിയാണ് ആ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങുന്നത്. ഇന്നലെ ഇവൻ വീട്ടിലോട്ട് വരാഞ്ഞത് ഇവിടെ ഇവന് കിടന്ന് ഉറങ്ങാനായിരുന്നു. ആ വയ്യാത്ത കൊച്ചിനെ ഇവൻ ഉറങ്ങാൻ വിടാതെ അവൻ കിടന്ന് ഉറങ്ങുന്നത് നിങ്ങൾ കണ്ടില്ലേ? അവൻ തുറന്ന കൊടുത്തിട്ട് അങ്ങോട്ട് എണീപ്പിച്ചേ. അവന്റെ കിടത്താൻ കണ്ടാ വിചാരിക്കല്ലോ അവളെക്കാ വയ്യാത്തത് ഇപ്പൊ അവനാണെന്ന്. ഡാ റാഷി അങ്ങോട്ട് എണീറ്റേ. എടാ നിന്നോട് പറഞ്ഞ എണീക്ക്. ഛേ, എന്തിനാ രാധെ വെറുതെ ആ ചെറുക്കനെ വിളിച്ച് ശല്യപ്പെടുത്തുന്നേ? ഇന്നലെ ഇവിടെ ഓടി നടന്ന് അവളെ നോക്കിയത് അവനല്ലേ. അവന് ക്ഷീണം കാണും, അവൻ കിടന്നോട്ടെ. ആ നീ ഇവിടെ ഉണ്ടായിരുന്നു. അല്ല കാണിച്ചിട്ട് എന്നാടോ ഡോക്ടർ പറയുന്നത്? കാണിച്ചിട്ടെന്നാ, കുറെ ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒന്നും റിസൾട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല. ആ കമ്പ്യൂട്ടറിന് എന്തോ കുഴപ്പമോ മറ്റോ ആണെന്നാ പറയുന്നത്. പിന്നെ ഡോക്ടർ പരിശോധിച്ചിട്ട് കുഴപ്പമൊന്നുമില്ലെന്നും കഫക്കെട്ടിൻ്റെ ആണെന്നാ പറയുന്നത്. ടെസ്റ്റിൻ്റെ ഒക്കെ റിസൾട്ട് വന്നാലേ നമുക്ക് എന്താണെന്ന് കറക്റ്റായിട്ട് പറയാൻ പറ്റത്തുള്ളൂ. ഇപ്പോഴത്തെ ഡോക്ടർമാർക്കും സത്യം പറഞ്ഞ് ഒന്നും അറിയത്തില്ല. നീ പറഞ്ഞ നേരാ, ഇപ്പോഴത്തെ ഡോക്ടർമാർക്ക് എന്നറിയാതാ ഒന്നും അറിയത്തില്ല. അതൊക്കെ പണ്ടത്തെ ഡോക്ടർമാർ കേട്ടോ. ഓ ഒന്ന് നോക്കിയ അവര് പറയും ഇനി വേറെ സ്കാനിങ് പോലും വേണ്ട. ഇപ്പോഴത്തെ അങ്ങനെയാണോ? എന്തതിന് വന്നാലും ആദ്യമേ ടെസ്റ്റ് ചെയ്യ എന്നാ പിന്നെ ടെസ്റ്റ് വല്ലതും കണ്ടുപിടിക്കുവോ? അതുമില്ല, വെറുതെ പൈസ കളയുന്ന പോലെ പരിപാടിയാ. അവിടെ നടക്കുന്ന ശബ്ദ കോലാഹലങ്ങൾക്കിടയിൽ അവൻ പയ്യെ ഒന്ന് കണ്ണു തുറന്നു. മുന്നിലുള്ള അവളെ ഒന്ന് നോക്കി ചെറുതായി അവനൊന്ന് ചിരിച്ചു. തിരിഞ്ഞു കിടക്കുന്ന അവളുടെ പുറത്തായി അവൻ അവൻ്റെ മൂക്ക് കൊണ്ടൊന്നുരസി. അവനേക്കാൾ 10 മിനിറ്റ് മുന്നേ ഉണർന്നിരുന്ന അവൾ അതെല്ലാം അറിയുന്നുണ്ടായിരുന്നു. അവൾക്ക് കണ്ണു തുറന്ന് തിരിഞ്ഞ് അവനിട്ട് ഒരൊറ്റെണ്ണം കൊടുക്കണമെന്ന് തോന്നിയെങ്കിലും അവളൊന്നും ചെയ്തില്ല. ചിലപ്പം വീട്ടുകാരോടുള്ളത് കൊണ്ടാവാം. അവൻ പയ്യെ ഒന്ന് നോക്കി വീട്ടുകാരവരെ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന്. എല്ലാം ഉറപ്പായതും അവൻ അവളുടെ പിൻകഴുത്തിൽ ആദ്യമായി ഒരു ചുടു ചുംബനം നൽകി. അവളുടെ ശരീരം ആകെയൊന്ന് വിറച്ചു, ഒരു കുളിര് പോയതുപോലെ. അപ്പോഴും അവൾ കണ്ണു തുറന്നില്ല, തിരിഞ്ഞു നോക്കിയില്ല. ഒന്നും കൂടെ മുറുക്കെ അവൾ അവളുടെ കണ്ണടച്ചു പിടിച്ചു. അപ്പോഴും അവളുടെ പിൻകഴുത്തിലായി അവൻ്റെ നിശ്വാസം തട്ടുന്നുണ്ടായിരുന്നു. പയ്യെ അവൻ ആ ബെഡിൽ നിന്നിറങ്ങി പോകുന്നത് അവൾ അറിയുന്നുമുണ്ടായിരുന്നു. രാവിലെ തന്നെയുള്ള റാഷിയുടെ പെരുമാറ്റത്തിൽ കൃതിക്ക് നന്നേ നീരസമുണ്ടായിരുന്നു. പിന്നീട് അവൾ റാഷിയോട് സംസാരിക്കാൻ പോലും താല്പര്യപ്പെട്ടില്ല. അതിനുവേണ്ടി ആകുന്ന പോലെ അവനെ ഒഴിവാക്കാൻ തന്നെ അവൾ ശ്രമിച്ചു. റാഷി പല കാര്യങ്ങളും അവളോട് പറയുന്നുണ്ടായിരുന്നെങ്കിലും അതിനൊന്നും മറുപടിയായി അവൾ ഒന്നും തന്നെ മിണ്ടിയില്ല. വീട്ടുകാരോടും അതേ അവസ്ഥ തന്നെ. കൃതിയുടെ ഈ പെരുമാറ്റം അങ്ങനെ റാഷിക്കും മനസ്സിലായി തുടങ്ങി. അവനായി പിന്നെ അവളെ ശല്യപ്പെടുത്താൻ പോയില്ല. ഉച്ചയായപ്പോഴേക്കും കൃതിയൊന്ന് നടക്കാനിറങ്ങി. ഹോസ്പിറ്റലിലേക്കൊന്ന് ചുറ്റി തിരിച്ചെത്തിയതും തൻ്റെ ബെഡിലായി കിടന്ന് വിറയ്ക്കുന്ന റാഷിയെയാണ് അവൾ കാണുന്നത്. ഡോക്ടേഴ്സിനെ വിളിച്ചു വരുത്തി പരിശോധിച്ചു. പനിയാണ്, തണുപ്പ് കാരണമാണ് എന്ന് ചെറിയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അതിൻ്റേതായ മരുന്നുകളും കൊടുത്ത് ഡോക്ടേഴ്സ് അവരുടെ പാട്ടിന് പോയി. കുറച്ചു നേരം കൂടെ റാഷിയെ നോക്കി തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയ കൃതിയുടെ കയ്യിലായി റാഷി പിടുത്തമിട്ടു. ഡി കൃതി, ഈ തലവണയിൽ തല വെച്ചിട്ടൊരു സുഖവും തോന്നുന്നില്ല. വല്ലാതെ തലവേദനിക്കുന്ന പോലെ. ഞാൻ നിന്റെ മടിയിൽ തലവെച്ച് കിടന്നോട്ടെ. തൻ്റെ കണ്ണിലായി നോക്കി നിൽക്കുന്നവനെ എന്തു പറഞ്ഞ് ഒഴിവാക്കുമെന്ന ചിന്തയിലിരിക്കെ അവൻ അവളെ പിടിച്ച് ബെഡിലായി ഇരുത്തി. അവൾ പറയുന്നത് കേൾക്കാൻ പോലും നിൽക്കാതെ അവൻ്റെ തലയെടുത്ത് ആ മടിയിലായി വെച്ചും കഴിഞ്ഞു. അവളുടെ കൈകളെടുത്ത് ആ തലയിൽ മസാജ് ചെയ്യാൻ വേണ്ടി അവൻ കാണിച്ചു. അവളുടെ കൈകൾ അവൻ്റെ തലയിൽ അമരുമ്പോഴും അവൾ മറ്റേതോ ലോകത്തായിരുന്നു. ഇപ്പോൾ തൻ്റെ അച്ഛനെങ്ങാനും കയറി വന്ന് ഈ കാഴ്ച എങ്ങാനും കണ്ടാൽ പിന്നെ അവനെ ബാക്കി വെച്ചേക്കുമോ എന്ന് അവൾക്ക് സംശയമായിരുന്നു. പണ്ടേ അവളുടെ അച്ഛന് റാഷിയെ ഇഷ്ടമല്ല. വീട്ടിൽ വരുമ്പം പല കാര്യങ്ങളും പറഞ്ഞ് അവനെ പറഞ്ഞു വിടാറുണ്ട്. അത് അവനും അറിയുന്ന കാര്യമാണ്. എന്നാൽ ഇപ്പം എന്ത് ചെയ്യും? അച്ഛൻ അവനോട് സംസാരിക്കുമെങ്കിലും പണ്ടത്തെ ആ എതിർപ്പ് ഇപ്പോഴും അവനോടുള്ളത്
അവൾ പലവട്ടവും ശ്രദ്ധിച്ച കാര്യവുമാണ്. പിന്നീടുള്ള അവളുടെ ചിന്ത എങ്ങനെയും അച്ഛനെ ഇവിടുന്ന് പറഞ്ഞു വിടുക എന്നതാണ്. അവൾ അച്ഛനെ നോക്കാൻ വേണ്ടി എണീക്കാൻ ശ്രമിച്ചതും അവൻ ഉറക്ക ചടപ്പോടുകൂടി തന്നെ ഒന്ന് പയ്യെ കണ്ണു തുറന്നു നോക്കി. പെട്ടെന്ന് അവൻ ഒരു വശത്തേക്കായി ചെരിഞ്ഞു കിടന്നു. എന്നിട്ട് അവളെ ഒന്ന് നോക്കി. രണ്ടുപേരുടെ കണ്ണും തമ്മിൽ കോർത്തു നിൽക്കെ പെട്ടെന്നവൻ അവളുടെ വയറ്റിലായി മുഖം ഒളിപ്പിച്ചു. അവൻ്റെ 2 കൈകളാൽ അവളുടെ ശരീരത്തെ ചുറ്റി പിടിച്ചു. കുറച്ചു നേരം അവിടെ എന്താ സംഭവിച്ചതെന്ന് പോലും അറിയാതെ അവൾ അങ്ങനെയിരുന്നു. ഹൃദയമിടിപ്പ് പോലും നിലച്ചതുപോലെ, ശ്വാസമെടുക്കാൻ അവൾ മറന്നുപോയതുപോലെ. അവനെ പിടിച്ച് മാറ്റണമെന്നുണ്ട്, എന്നാൽ കൈകൾ ചലിക്കുന്നില്ല. കൈകളുടെ ശേഷി പോലും നഷ്ടപ്പെട്ടിരിക്കുന്നു. പെട്ടെന്നാണ് റൂമിൻ്റെ വെളിയിൽ നിന്നും അവളുടെ അച്ഛൻ്റെ ശബ്ദം അവൾ കേൾക്കുന്നത്. അവളൊന്ന് ഞെട്ടി വിറച്ചുപോയി. എന്തു ചെയ്യും? അച്ഛനെങ്ങാനും ഈ കാഴ്ച കണ്ടാൽ പിന്നെ അവനെ ബാക്കി വെച്ചേക്കില്ല. അവനെന്നെ കിട്ടിയാൽ എന്താ കുഴപ്പം? അവൻ എന്തിനാ എന്നെ കെട്ടിപ്പിടിച്ച് കിടക്കുന്നത്? അതിനുള്ള എന്താ അവകാശമാണ് ഞാൻ അവന് കൊടുത്തിട്ടുള്ളത്? അച്ഛൻ ഇപ്പം തന്നെ ഞാൻ വിളിച്ചാൽ കാണിച്ചു കൊടുക്കാം എന്ന ഒരു ചിന്ത പോലും അവളുടെ മനസ്സിൽ കൂടെ പോയേയില്ല. എങ്ങനെയും അച്ഛനിൽ നിന്ന് അവനെ രക്ഷിക്കണം. അവളുടെ ശരീരത്തിലായുള്ള അവൻ്റെ കൈകൾ ഏൽപ്പിക്കാൻ അവളൊരു പാഴ്ശ്രമം നടത്തി. അത് നടക്കില്ല എന്ന് ഉറപ്പായപ്പോൾ പെട്ടെന്ന് തന്നെ അവൾ അവൻ്റെ മുഖം അവന് നേരെ താഴ്ത്തി അവനോടായി പറഞ്ഞു, അച്ഛൻ വരുന്നുണ്ട്. മറുപടിയൊന്നും വന്നില്ല. 2 സെക്കൻഡ് കഴിഞ്ഞതും അവളുടെ ശരീരത്തിലുള്ള അവൻ്റെ കൈകൾ പതിയെ അയഞ്ഞു. അവൻ ആ ബെഡിൻ്റെ ഓരത്തേക്കായി മാറിക്കിടന്നു. അത് കഴിഞ്ഞാണ് അവളുടെ അച്ഛൻ കയറി വരുന്നത്. അവളൊന്ന് നിശ്വസിച്ചു. അച്ഛൻ കണ്ടിരുന്നേലത്തെ അവസ്ഥ അവൾക്ക് ഓർക്കാൻ പോലും ആകാത്തതായിരുന്നു.